അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു മക്രോണീൻ്റെ റെസിപ്പിയാണ്. മക്രോണി എല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതിനായിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ മക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാമിൻ്റെ 1.5 പാക്കറ്റ് മക്രോണി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേവിക്കുന്ന വെള്ളത്തിൽ 2 ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കൈയോട് ഒന്നെടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വെന്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിന്, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, ഒരു പിടി മല്ലിയില, പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം എടുക്കാം. പിന്നെ 4 വലിയ പീസ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തതും കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിന്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച പാനില്ലേ, അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടിട്ട് മിക്സാക്കിയ ശേഷമാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടതിന്. അതുകൊണ്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിടാം. അപ്പോൾ ഉപ്പിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ മസാലക്കെല്ലാം റെഡിയാക്കുന്ന പോലെ കൂടുതലായിട്ടൊന്നും ഉള്ളി വാടണ്ട. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റോളം വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിതിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1 തക്കാളി എടുത്തത്. അപ്പോൾ നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ 2 തക്കാളി വരെ ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് നിർബന്ധമുള്ള കാര്യമല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടും. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ ഈ സമയത്ത് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഇല്ലയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. പിന്നെ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസിലെ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കണേ.
ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിന്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയില്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കുന്നേരം നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലയില്ലേ, ആ മല്ലിയിലയിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.